എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? മുറിവാണെങ്കിൽ കഴിഞ്ഞ് വീടാണ് പൂവാളല്ലേ, പിന്നെ എന്തിനാണ് പാത്രം കടിച്ചു പൊളിക്കുന്നത്? പാത്രങ്ങളൊക്കെ കടിച്ച് പൊളിച്ച് നാശാക്കിയിരിക്കുന്നു. മുറിവ് ഉണങ്ങിയിട്ട് നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോവാ. എന്തിനാ ടെൻഷൻ അടിക്കണേ? കൂടൊന്നും പൊളിക്കില്ലേ, എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ പ്ലീസ്. നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടില്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, പിന്നെ എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? മനസ്സിലായോ? എന്തിനാണ് ഈ കൂട് പൊളിക്കാൻ നോക്കണേ? എന്തിനാണ് ഭക്ഷണം കഴിക്കാൻ തരുന്ന പാത്രങ്ങൾ കടിച്ചു പൊളിക്കുന്നത്? വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടല്ലേ? എനിക്കറിയാം നിന്റെ ആൾക്കാരെ കാണണം, തെരുവിൽ നടക്കണം, നിന്റെ സ്വാതന്ത്ര്യത്തിൽ ഓടണം, അറിയാം. മനസ്സിലായോ? എൻ്റെ ഫോളോവേഴ്സിനെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ. അവർ വിചാരിക്കുമ്പോൾ ഈ സ്നേഹം കാണുമ്പോൾ നിനക്കിവിടെ എന്നും ജീവിക്കാൻ സന്തോഷമാണ്. ഒരിക്കലും അല്ലാതെ അറിയാം. നീ പൊളിച്ച പാത്രങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കട്ടെ. നമ്മളിപ്പോൾ സംസാരിച്ചത് ആരാന്ന് മനസ്സിലായോ? അത് ശംഭു ആണ് കേട്ടോ. നമ്മുടെ തച്ചുപറമ്പിലെ ശംഭു മുറിവായിട്ട് കൊണ്ടുവന്നില്ലേ. ശംഭുവിനും ലോലിതനും ഒരു റൂമിലാണ്. അവർക്ക് മുറിവിൽ മരുന്ന് വെക്കാൻ വേണ്ടി പോവാം. നമുക്ക് നിത്യേനുള്ള പരിപാടികളാണ്. നമ്മൾ തലയിലും പുറത്തുമൊക്കെ മുറിവേറ്റ മാരകമായിട്ട് എത്രയോ മുറിവുകളേറ്റ മിണ്ടാപ്രാണിയെ നമ്മൾ രക്ഷിച്ചിട്ട് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ രണ്ടാളിപ്പോൾ നമ്മുടെ ബാക്കിയുള്ളതാണ്. മുറിവ് ഉണങ്ങായിട്ട് നമ്മൾ റിലീസ് ചെയ്യാനുള്ള ആളുകളാണ്. ഇതാണ് ശംഭു. അവൻ്റെ മുറിവ് ഏകദേശം ഇത് ഉണങ്ങി സെറ്റായി വരുന്നു. ഇനി ഒന്നുകൂടി സ്കിന്നൊക്കെ കൂടി വരാനുണ്ട്. ഇവൻ ശംഭു എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇത് ലോലിതനെ നമ്മൾ വന്ധീകരിച്ചു കേട്ടോ. ലോലിതൻ്റെ മുറിവ് കണ്ട, ഇതൊക്കെ തെരുവിൽ എന്താ പറയുക നരകയാതന അനുഭവിച്ച് ആയിരക്കണക്കിന് പുഴുക്കൾ കാർന്ന് തിന്നിട്ട് എന്താ പറയുക മരണത്തോട് മല്ലിട്ടിട്ട് മരണാസനായി കിടക്കുന്ന അവസ്ഥയിൽ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ പെട്ടതായിരുന്നു. അങ്ങനെ അവരെ നമ്മൾ എടുത്തു. ഇത് നമ്മൾ വന്ധീകരിച്ചതിന് ശേഷം മാർക്കിങ് കേട്ടോ. കാരണം അവരെ റിലീസ് ചെയ്യുമല്ലോ. അങ്ങനെ മരുന്ന് വെക്കേണ്ട പരിപാടികളിലാണ് ആൾക്കാർ. രണ്ടാളും സഹകരിക്കുക കഴിയും മരുന്ന് വെക്കാൻ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാത്രിയായാലും പല സമയത്തും ഇവർക്ക് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ആ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിൽ ചാടാൻ വേണ്ടിയിട്ടുള്ള പരാക്രമങ്ങളാണ്. അതാണ് സഹിക്കാൻ പറ്റത്ത്. കാരണം ഇവർ ഓൾറെഡി തെരുവിൽ ജീവിച്ച് വളർന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എത്ര പിടിച്ചു വെക്കാനും എത്ര പൊന്നും പൂവിട്ടും മൂടിയാലും അത് അവർ സ്വീകരിക്കില്ല. അപ്പോൾ മുറിവ് ഉണങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഈ മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ നന്മയിൽ നിങ്ങൾക്കും ഒരു സപ്പോർട്ടായിട്ട് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് എൻ്റെ കൂടെ നിൽക്കാട്ടോ. എല്ലാവർക്കും എല്ലാം മുറിവ് കംപ്ലീറ്റ് ഉണങ്ങിയിട്ട് നിന്റെ നാട്ടിലേക്ക് പോവാ. ഒരു പേടിക്കണ്ട.